മവാസോ ഡിവൈഎഫ്ഐ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിൽ നിന്ന് MLA ആയ വിജിനാണ് നമ്മോടൊപ്പം ചേരുന്നത്. സമരരംഗത്ത് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച ഒരു സംഘടനയാണ് ഡിവൈഎഫ്ഐ. ആ ഒരു സംഘടനയാണ് വേറിട്ടൊരു സംരംഭവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതി തന്നെയാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്നത്. അതിനെങ്ങനെ കാണുന്നു? തീർച്ചയായും ഡിവൈഎഫ്ഐ സമരസംഘടന രംഗത്ത് 1980 മുതലുള്ള തീക്ഷ്ണമായ ചരിത്രം തലമുറയോട് സംവദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവജന പ്രസ്ഥാനമാണ്. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ നിരവധി പദ്ധതികൾ ഇന്നിപ്പോൾ ഹൃദയപൂർവ്വം എന്നത് വളരെ പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഡിവൈഎഫ്ഐയുടെ ഒരു പദ്ധതിയാണ്. യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അത് കൊച്ചിയിൽ 2 തവണയായി ഡിവൈഎഫ്ഐ നടത്തിയ ഒരു പുതിയ ആശയമാണ് ഡിവൈഎഫ്ഐ സംവദിച്ചത്. ഇത് ആദ്യമായിട്ടാണ് ഡിവൈഎഫ്ഐ മവാസോ 2025 സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ ഇവിടെ സംഘടിപ്പിക്കുന്നത്. തീർച്ചയായും കേരളത്തിൻ്റെ മുന്നേറ്റത്തിന് അതിൽ യുവതയ്ക്ക് വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും. അപ്പോൾ ആ യുവത മാറ്റത്തിനനുസരിച്ച് നാടിൻ്റെ മുന്നേറ്റത്തിന് എന്ത് ഒരു സംഘടന നിർവഹിക്കാൻ പറ്റും, അത് ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ആ മാറ്റത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടും യുവതയുടെ അഭിപ്രായങ്ങളെ, പുതിയ ആശയങ്ങളെ അത് ഉപയോഗപ്പെടുത്തി നാടിനെ തന്നെ വളരെ സജീവമായി വ്യാവസായിക രംഗത്തുൾപ്പെടെ മുന്നോട്ട് നയിക്കുക എന്നൊരു ഉത്തരവാദിത്വം യഥാർത്ഥത്തിലൊരു യുവജന സംഘടനയ്ക്കുണ്ട്. അത് ഏറ്റെടുക്കുന്ന ഇന്ത്യയിലെ ആദ്യ യുവജന സംഘടനയാണ് ഡിവൈഎഫ്ഐ എന്ന് പറയുന്നത്. അപ്പോൾ മവാസോ അത്തരം ആശയത്തെയാണ് മുന്നോട്ട് വെക്കുന്നത്. അതുമാത്രമല്ല, നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും, കേരളം ഇന്ന് വ്യാവസായിക രംഗത്ത് ലോകം ചർച്ച ചെയ്യുന്ന നാടായി മാറിയിരിക്കുകയാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളത്തിൻ്റെ വലിയ സാധ്യതകളെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ വ്യാവസായിക രംഗത്ത് കേരളം പുതിയ വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഡിവൈഎഫ്ഐയുടെ മവാസോ 2025 ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ ആദ്യമായി ഡിവൈഎഫ്ഐ ഒരു സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. പുതിയ ആശയങ്ങൾ, പുതിയ ചർച്ചകൾ, അനുഭവങ്ങളുടെ പങ്കുവെക്കൽ, അതെല്ലാം ഡിവൈഎഫ്ഐ ഇതിലൂടെ നടത്തുകയാണ്. തീർച്ചയായും വളരെ വേറിട്ടതും കേരളത്തിന് മുന്നോട്ട് പോക്കിനും യുവതയുടെ പുതിയ കാലത്തിൻ്റെ നമ്മളിപ്പോൾ പുതിയ തലമുറയെക്കുറിച്ചൊക്കെ പറയുകയാണ്. ആൽഫ കിഡ്സിനൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് സ്വാഭാവികമായിട്ടും ടെക്നോളജിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതിൻ്റെയൊക്കെ മാറ്റത്തെ അത് ഉൾക്കൊള്ളുകയും അതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. അത് യുവതയുടെ ആകർഷകമായ തലങ്ങളിലേക്ക് അതിനെത്തിക്കുകയും സാധ്യതകളെ തുറന്നു കാണിക്കുകയും അത് മവാസോയിലൂടെ യുവജന പ്രസ്ഥാനം മുന്നോട്ട് വെക്കുക. നമുക്കറിയാം, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈസ് ഓഫ് ഡൂയിങ്ങിൽ കേരളം ഒന്നാമത് നിൽക്കുകയാണ്. ഇവിടെ ഒരു വ്യവസായ അനുകൂല സാഹചര്യമാണെന്ന് ഇൻവെസ്റ്റ് കേരളയിലൂടെ തെളിയിക്കപ്പെട്ടു. ഇപ്പോൾ യുവാക്കൾക്കും ഇവിടെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ള അനുകൂല സാഹചര്യമാണ് കേരളമെന്ന് വീണ്ടും തെളിയിക്കപ്പെടുകയാണ് ഈ മവാസോ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലൂടെ. അതിനെങ്ങനെ കാണുന്നു? അത് ഇവിടെ ഇപ്പോൾ ഈ മവാസോയുടെ അതിഥികളായി വിളിച്ച മുഴുവൻ ആളുകൾ യുവാക്കളായിട്ടുള്ള സംരംഭത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലങ്ങളിൽ നിൽക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഡിവൈഎഫ്ഐ തന്നെ മവാസോയുടെ ഭാഗമായി ഏറ്റവും മികച്ച ഒരു സംരംഭകന്, യുവ സംരംഭകന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരത്തെ അവാർഡ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ കേരളത്തിൻ്റെ മുന്നോട്ട് പോക്ക്, ഒരു ബിസിനസ്സും ഇവിടെ സാധ്യമല്ല എന്ന് വരുത്താൻ മാധ്യമങ്ങൾ വലിയ രീതിയിൽ, വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള ചർച്ചയും ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതൊന്നും വിലപ്പോകില്ലെന്നും അതൊന്നും ഏശുന്നില്ലെന്നും കേരളം വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും അത് സമ്മതിക്കേണ്ടി വരുന്നു. അവർക്ക് പോലും അതിൻ്റെ പേരിൽ, അവർക്കുള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന സത്യസന്ധമായ ചില പ്രതികരണങ്ങളുടെ പേരിൽ കോൺഗ്രസിനകത്ത് പോലും പിണക്കങ്ങളുണ്ടാകുന്നു, തർക്കങ്ങളുണ്ടാകുന്നു. യാഥാർത്ഥ്യത്തെ നമുക്ക് ഒരുപാട് കാലം മറച്ചു വെച്ച് പോകാൻ പറ്റില്ല. പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് 2016 മുതൽ വ്യാവസായിക രംഗത്ത് നടത്തുന്ന ഇടപെടലുണ്ട്. ഈ 2021 ശേഷം പ്രത്യേകിച്ചും നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ലോകം തന്നെ ശ്രദ്ധിക്കത്തക്ക വിധത്തിലേക്ക് കേരളം മാറുന്നു എന്നുള്ളതാണ് അഭിമാനകരമായ ഒരു നിമിഷത്തിൽ. ഇതാ ഡിവൈഎഫ്ഐ ഇവിടെ യുവ സംരംഭകർക്ക് കേരളത്തിൽ തന്നെ, കേരളം എല്ലാത്തിനും ഉതകുന്ന ഒരു മണ്ണാണ് എന്ന് നമുക്ക് ലോകത്തോട് പങ്കുവെക്കാൻ പറ്റത്തക്ക വിധത്തിലുള്ള ചർച്ചകളും ഗൗരവതരമായ തലങ്ങളും തന്നെയാണ് മവാസോ മുന്നോട്ട് വെക്കുന്നത്.
താങ്കൾ പ്രതിപക്ഷത്ത് നിന്നുള്ള തുറന്നു പറച്ചിൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ശശി തരൂരിൻ്റെ ലേഖനമാണെന്ന് എനിക്ക് മനസ്സിലായി. പ്രതിപക്ഷത്തു നിന്ന് അങ്ങനെ വരുന്ന ആളുകളിൽ കൂടുതൽ ആളുകൾ തുറന്നു പറച്ചിൽ നടത്തും തന്നെയാണോ അങ്ങ് കരുതുന്നത്? ഒരു തരത്തിലും കേരളം വ്യവസായ രംഗത്ത് ഉണ്ടാക്കുന്ന കുതിപ്പുകൾ അവർക്ക് തള്ളിക്കളയാൻ കഴിയില്ല, തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നത് തന്നെയാണോ താങ്കൾ കരുതുന്നത്? അല്ല, തീർച്ചയായും അതിലൊരു സംശയവും വേണ്ട. അതിൽ നാം കാണേണ്ടത്, ഇപ്പോൾ വളരെ പ്രഗത്ഭനായ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവിന് കേരളത്തിൻ്റെ വ്യാവസായിക രംഗത്തുണ്ടായ മുന്നേറ്റത്തെ തുറന്നു പറയേണ്ടി വന്നു. അത് വ്യാവസായിക രംഗത്ത് മാത്രമല്ല, പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ എല്ലാ മേഖലയിലും ഉണ്ടാകുന്ന മുന്നേറ്റത്തെ, അത് ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ അത് ജനങ്ങളിൽ എത്തിക്കാതെ നോക്കിയാലും, അത് ഒരു കാലത്തും പിണറായി വിജയൻ കാലത്തിൻ്റെ ഭരണകാലത്ത് കേരളത്തിൽ ഒന്നും നടക്കരുത് എന്നതിൻ്റെ ഭാഗമായി ഇവിടെ കലാപങ്ങൾ ഉണ്ടാക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷം ശ്രമിച്ചാലും, ആ പ്രതിപക്ഷ നിരയിൽ നിന്ന് തന്നെ ഈ ഗവൺമെൻറ്റിനെ പ്രശംസിച്ചുകൊണ്ട്, പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ പ്രശംസിച്ചുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ നിരവധി പേർ വരിക തന്നെ ചെയ്യും. എത്ര കാലം നിങ്ങൾ ഈ യാഥാർത്ഥ്യത്തെ മറച്ചു വെക്കുമെന്നതാണ് വലതുപക്ഷ മാധ്യമങ്ങളും ഇവിടുത്തെ കോൺഗ്രസും BJPയും എല്ലാം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്കകത്ത് നിന്ന് തന്നെ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അതൊരു തുടക്കം മാത്രമാണ്. നിരവധി നേതാക്കന്മാർ കോൺഗ്രസിനകത്തു നിന്നും മറ്റു പാർട്ടികൾക്കകത്തു നിന്നും പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ വികസന കാഴ്ചപ്പാടുകളെ അഭിനന്ദിച്ചുകൊണ്ട് കടന്നു വരിക തന്നെ ചെയ്യും. അതൊരു യാഥാർത്ഥ്യമാണ്.